ഈ സീസണിൽ ബാർസ കളിച്ച ഏറ്റവും മികച്ച മത്സരം ഇതാണെന്ന് പറയാനാവില്ല. എങ്കിലും ഏറ്റവും മോശം ഫോമിലുള്ള ബാഴ്സക്ക് പോലും ഇതുപോലെ നിങ്ങളെ തകർത്തെറിയാനാവും. അത്ര മികച്ചൊരു നിരയാണവർ. സൂപ്പർ കപ്പ് സെമിഫൈനലിന് പിന്നാലെ അത്ലറ്റിക് ക്ലബ് പരിശീലകൻ ഏണസ്റ്റോ വൽവർഡയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ശരിയാണ്, ഈ ബാർസയുടെ കരുത്തെന്താണെന്ന് ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും നന്നായി അറിയുന്നത് വൽവർഡേക്ക് തന്നെയാണ്. സീസണിൽ ഇതുവരെ 2 തവണ ബാർസക്ക് മുന്നിലെത്തിയപ്പോൾ വലയിൽ കയറിയത് 9 ഗോളുകളാണ്. ചുരുക്കി പറഞ്ഞാൽ സീസണിൽ ബാർസക്ക് മുന്നിൽ ബിൽബാവോ വെറും വട്ടപൂജ്യമായിരുന്നു. സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമിഫൈനലായിരുന്നു വേദി. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലെ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി ഫ്ലിക്ക് തന്റെ പടയിറക്കി. ഗോൾ വരയ്ക്ക് മുമ്പിൽ പീക്ക് ഫോമിലുള്ള ഗാർഷ്യ തന്നെ. സെൻട്രൽ ഡിഫൻസിൽ കുബാർസി എറിക് ഗാർഷ്യ കോംബോ. ഇരുവിങ്ങിലുമായി കൂണ്ടയും ബാൾഡയും. മിഡ്ഫീൽഡിൽ കളി പിടിക്കാൻ പെഡ്രി ഡിയോങ് ഡുവോ. മുന്നിൽ ഏത് ഗോൾ വിലക്കും തുളയിടാൻ പോന്ന 4 പേർ: ഫെറാൻ ടോറസ്, ഫെർമിൻ ലോപ്പസ്, റഫീന്യ ആൻഡ് റൂണി ബാഡ്ജി. ലെമീൻ യമാലും ലെവൻഡോസ്കിയും ഓൽമോയും അടക്കമുള്ള സ്റ്റാർ ഷെഡഡായ ബെഞ്ചിലേക്ക് നോക്കിയാൽ തന്നെ ഏത് നിരയുടെയും ചങ്കൊന്ന് കലങ്ങും. എൽ ക്ലാസിക്കോയിലെ തോൽവിക്ക് ശേഷം അജയ്യരായി കുതിക്കുന്ന ബാർസക്ക് ഉനായ് സിമന്റെ വലയിൽ പന്തെത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. മത്സരത്തിന്റെ 22-ാം മിനിറ്റ് റൂണി ബാഡ്ജി വലത് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് മുന്നേറുമ്പോൾ ബിൽബാവ് ബോക്സിനകത്ത് കൃത്യമായി പൊസിഷൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഫെർമിനും ഫെറാനും. ബോക്സിൽ കടന്നയുടനെ ബാഡ്ജി പന്ത് ഫെർമിനിലേക്ക് നൽകുന്നു. ഷോട്ട് എടുക്കാനുള്ള താരത്തിന്റെ ശ്രമം പിഴച്ചെങ്കിലും പന്ത് പിടിച്ചെടുത്ത ഫെറാൻ ക്ലോസ് റേഞ്ചിൽ ഉനായ് സിമനെ കീഴ്പ്പെടുത്തി. ബാഴ്സ മത്സരത്തിൽ ലീഡെടുക്കുന്നു. ആദ്യ ഗോളിന്റെ നടുക്കത്തിൽ നിന്ന് ബിൽബാവോ കരകയറും മുമ്പേ 2-ാം ഗോളും എത്തി. ഇക്കുറി കളി വന്നത് ഇടത് വിങ്ങിലൂടെ. ബിൽബാവോ ബോക്സിനുള്ളിൽ നിന്നും തന്നെ തേടി വന്ന റഫീനിയുടെ പാസിനെ ഫെർമിൻ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ടു. അളന്നു മുറിച്ച് നൽകിയ പാസിന്മേൽ നടത്തിയ കൃത്യതയാർന്ന ഫിനിഷിംഗ്. ആദ്യ ഗോൾ ശ്രമം പിഴച്ച ദുഃഖം ഫെർമിൻ ഈ ചാൻസിൽ അങ്ങ് തീർത്തു. 2 ഗോളിന്റെ സുരക്ഷിതമായ ലീഡിലേക്ക് കയറിയതോടെ ബാഴ്സ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വീണ് കിട്ടുന്ന ഓരോ അവസരവും ഗോളാക്കി മാറ്റണമെന്ന വാശിയിലായിരുന്നു അവരുടെ ഓരോ മൂവ്മെന്റും. 4 മിനിറ്റിന്റെ ഇടവേളയിൽ ഒരിക്കൽ കൂടി അവർ ലക്ഷ്യം കണ്ടു. ബിൽബാവോ ഹാഫിന്റെ ഒത്ത നടുവിൽ നിന്നും ഫെർമിൻ റൂണി ബാഡ്ജിയിലേക്ക് ഒരു പാസ് നീട്ടി നൽകി. പിന്നെ കണ്ടത് വലത് വിങ്ങിൽ റൂണി ബാഡ്ജി എന്ന സ്വീഡിഷ് വിങ്ങറുടെ മിന്നലാട്ടമാണ്. പന്ത് കാലിൽ കൊരുത്ത് ബോക്സിലേക്ക് കയറിയ ബാഡ്ജി ബിൽബാവോ വിങ് ബാക്ക് അഡമ ബോറിയെ സമർത്ഥമായി കബളിപ്പിച്ച് വലയിലേക്ക് നിറയൊഴിച്ചു. ഒരു വേള പന്ത് ഉനായ് സൈമന്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നിച്ചെങ്കിലും കയ്യിനും ഗ്രൗണ്ടിനുമിടയിലെ ചെറിയ വിടവിലൂടെ പന്ത് വലയിലെത്തി. മത്സരത്തിൽ ബാഴ്സയുടെ 3-ാം ഗോളും ഫെർമിൻ ലോപ്പസിന്റെ 3-ാം ഗോൾ കോൺട്രിബ്യൂഷനും. 3-ാം ഗോളോടെ ആകെ തകർന്ന മട്ടിലായിരുന്നു ഉനായ് സൈമൺ. തട്ടിയകറ്റാമായിരുന്ന അവസരങ്ങളാണ് ഗോളുകളായി മാറിയത്. സ്പെയിനിന്റെ 1-ാം നമ്പർ ഗോൾ കീപ്പറെ വെറുതെ വിടാൻ പക്ഷേ ബാർസ ഒരുക്കമല്ലായിരുന്നു. 4 മിനിറ്റിന്റെ ഇടവേളയിൽ റഫീനയിലൂടെ അവർ ലീഡ് 4-ആക്കി ഉയർത്തി. ബാഡ്ജിയിൽ നിന്നും ലഭിച്ച പന്തിനെ ഇടങ്കാലൻ ഷോട്ടിലൂടെ റഫീന വലയിലിട്ടു. 41-ാം മിനിറ്റിൽ ഒയ്ഹാൻ സാൻസെറ്റിലൂടെ ഗോൾ മടക്കാൻ ബിൽബാവോക്ക് അവസരം ലഭിച്ചെങ്കിലും താരത്തിന്റെ ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങി. ഇടവേളയ്ക്ക് പിരിയുമ്പോൾ 4 ഗോളിന്റെ ഒരു ബാലികേറ മലയുമായാണ് ബിൽബാവോ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്. ഇടവേള കഴിഞ്ഞിറങ്ങിയപ്പോഴും തങ്ങളുടെ അറ്റാക്കിംഗ് മെന്റാലിറ്റിയിൽ ഒരു തരി മാറി ചിന്തിക്കാൻ ബാർസ തയ്യാറല്ലായിരുന്നു. 52-ാം മിനിറ്റിൽ ഒരിക്കൽ കൂടി ബിൽബാവോ ഗോൾ വല കുലുങ്ങി. വലത് വിങ്ങിൽ ബാഡ്ജിയിലൂടെ തുടങ്ങിയ മുന്നേറ്റം. പാസ് സ്വീകരിച്ചപ്പെട്ട് ഷോട്ട് എടുത്തെങ്കിലും ഡിഫൻസിൽ തട്ടിത്തെറിച്ച് താരത്തിലേക്ക് തന്നെ പന്ത് തിരികെ എത്തി. ബോക്സിനുള്ളിൽ തക്കം പാർത്തിരുന്ന ഫെർമിനിലേക്ക് പെഡ്രി പാസ് നീട്ടി നൽകി. ഫെർമിന്റെ ശ്രമം ഉനായ് സൈമൺ തട്ടിയകറ്റെങ്കിലും പന്ത് ചെന്ന് വീണത് വീണ്ടും ബാഡ്ജിയുടെ കാലുകളിൽ. ബാഡ്ജിയുടെ ഷോട്ട് പാസ്, റഫീനയുടെ സ്ട്രോങ് ഫിനിഷ്. ഫസ്റ്റ് പോസ്റ്റിൽ ഗാർഡ് ചെയ്ത ബിൽബാവോ ഡിഫൻഡർക്കും തൊട്ടപ്പുറം നിന്ന് ഉനായ് സൈമണും പന്ത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. സ്കോർ ബോർഡിൽ ബാർസക്ക് നേരെ 5 എന്ന് തെളിഞ്ഞു. ബാർസ ഗോൾ വല കുലിക്കാൻ ബിൽബാവോക്ക് വീണ്ടും അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മയും ജോൺ ഗാർഷ്യയും അവർക്ക് മുന്നിൽ വെല്ലുവിളിയായി. 3 ദിവസങ്ങൾക്ക് ശേഷം ഇതേ മൈതാനത്ത് ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്ന ബാഴ്സ തങ്ങളുടെ എതിരാളികൾ ആരെന്നറിയാൻ കാത്തിരിക്കുകയാണ്. മാഡ്രിഡിനെ 2 കൊടികൾക്ക് കീഴിൽ അണിനിരത്തുന്ന മാഡ്രിഡ് ഡെർബിയാണ് 2-ാം സെമി. പരിക്കിന്റെ പിടിയിൽ നിന്നും മുക്തനാവാത്ത എംബാപ്പെ പുറത്തിരിക്കുമെന്നിരിക്കെ ആരെയാവും സാബി 11-ൽ ഇറക്കുക എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. മറുപുറത്ത് സിമിയോനെയും സംഘത്തെയും അലട്ടുന്നത് ഹൂലിയൻ അൽവാരസിന്റെ ഫോമാണ്. അവസാന 4 മത്സരങ്ങളിൽ താരത്തിന് ഗോൾ നേടാനായിട്ടില്ല. എക്സ്ട്രാ ടൈം ഉണ്ടാവില്ലെന്നിരിക്കെ മത്സരം സമനിലയിൽ അവസാനിച്ചാൽ നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാവും നീങ്ങുക. അതുകൊണ്ട് തന്നെ കൊർട്ടോയ്സിന്റെയും ഒബ്ലാക്കിന്റെയും ഫോമും നിർണായകമാണ്. കഴിഞ്ഞ ഡെർബിയുടെ കടം റയലിന് വീട്ടാനാവുമോ, അതോ വീണ്ടും ഒരിക്കൽ കൂടി സാബിക്ക് മുമ്പിൽ സിമിയോണി വിജയക്കൊടി നാട്ടുമോ? ഒരു എൽ ക്ലാസിക്കോ ഫൈനലിന് സൗദി സാക്ഷികളാവുമോ? കാത്തിരിക്കാം.